നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനും CMRLനുമെതിരായ SFIO അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ. വണ്ടിപ്പെരിയാർ പീഡനക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം. മദ്യനയ അഴിമതി കേസിൽ ഇന്നും EDക്ക് മുൻപിൽ കേജ്രിവാൾ ഹാജരാകില്ലെന്ന് സൂചന. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനും CMRLനുമെതിരായ SFIO അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ. എക്സാലോജിക്കിൽ നിന്നും CMRLൽ നിന്നും KSIDCയിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും. 3 കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവച്ച വിദേശ അന്വേഷണമാണ് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത്. എക്സാലോജിക്കും CMRLനും പുറമെ KSIDCയും നിരീക്ഷണത്തിലാണ്. എക്സാലോജിക്കുമായുള്ള ഇടപാടിന് പുറമെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ CMRLുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. CMRL ആർക്കൊക്കെ പണം, എന്തിനൊക്കെ പണം നൽകിയെന്നത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരാവശ്യം. കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ SFIOക്ക് ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ്. കാർത്തി ചിദംബരം ഉൾപ്പെടെ എയർസെൽ മാക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദാണ് ഈ കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ. ചെന്നൈ റീജിയണൽ ഓഫീസ് തലവൻ എന്ന നിലയിലാണ് അരുൺ പ്രസാദ് അന്വേഷണ ഉദ്യോഗസ്ഥനായത് എന്നാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ വൃത്തം പറയുന്നത്. എന്നാൽ ഗുരുതരമായ ക്രമക്കേടുകൾ എന്നതിന് അപ്പുറം കേസിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് 6 ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ CI TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ. സുനിൽകുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പോസ്കോ കോടതി കണ്ടെത്തിയിരുന്നു. നിലവിൽ എറണാകുളം ജില്ലയിലെ വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ SHO ആണ് TD സുനിൽകുമാർ. സുനിൽകുമാറിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്ന് പ്രതി കുറ്റവിമുക്തനായ സംഭവത്തിൽ പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേസിൽ തൊണ്ടി മുതൽ ശേഖരിക്കുന്നതിൽ കാലതാമസം വന്നതായി സണ്ണി ജോസഫ് പറഞ്ഞു. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ 1-ാം പ്രതി സർക്കാരാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ അന്വേഷണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചിരുന്നു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് ഇടക്കാല ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചത്. 58 മിനിറ്റുകൾ കൊണ്ടാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2019 ശേഷമുള്ള ഏറ്റവും ചെറിയ ബഡ്ജറ്റ് പ്രസംഗമാണിത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമാണിത്. 2019 തന്റെ കമ്പനി ബജറ്റ് പ്രസംഗത്തിനായി 2 മണിക്കൂറും 15 മിനിറ്റുമാണ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചത്. 2020 2 മണിക്കൂറും 42 മിനിറ്റുമായിരുന്നു ബജറ്റ് അവതരണം. 2021 ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂർ 50 മിനിറ്റായിരുന്നു. ഇതാണ് നിർമ്മല സീതാരാമന്റെ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് അവതരണം. കഴിഞ്ഞ വർഷം ഇത് 1 മണിക്കൂർ 27 മിനിറ്റായിരുന്നു. ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് മോദി സർക്കാരിന്റെ സാമ്പത്തിക പ്രകടന പത്രികയായാണ് കാണുന്നത്. നടപ്പു വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5.8% കുറഞ്ഞതിനെ തുടർന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ ധനകമ്മി 5.1% കുറയ്ക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 1 ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധന ഏകീകരണത്തിലുള്ള കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത സീതാരാമൻ ഊന്നി പറഞ്ഞു. GDPയുടെ 5.1% എന്ന താഴ്ന്ന ധനകമ്മി ലക്ഷ്യം കൈവരിക്കുന്നതിനും മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ക്ഷേമ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും ഇത് സഹായകമാകും.
സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കാറുള്ള പല ഘടകങ്ങളും വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തിലൊതുക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ തയ്യാറെടുത്ത CPM. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര ഘടകം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പാക്കാനും അത് അത്യാവശ്യമാണ്. പാർട്ടി വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ അമിത പ്രതീക്ഷ പാർട്ടിക്കില്ല. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ 2 സീറ്റിൽ വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തെലങ്കാനയിൽ 1 സീറ്റിൽ മത്സരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി MP-മാർ എന്ന ലക്ഷ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത്. അതിനു ചില നീക്കുപോക്കുകൾ ആവശ്യമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും അത് പ്രതിഫലിക്കും. മുതിർന്ന നേതാക്കളിൽ ചിലരുൾപ്പെടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് ഊഹാപോഹം. PB അംഗം A. വിജയരാഘവൻ, മുൻ മന്ത്രിമാരായ KK ശൈലജ, AK ബാലൻ, TM തോമസ് ഐസക് എന്നിവരുടെ പേരുകൾ ചർച്ചകളിലുണ്ട്. മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് ഇവരിൽ ചിലരെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വരും. പ്രമുഖരെ അടക്കം രംഗത്തിറക്കി ശക്തമായ പോരാട്ടത്തിനാണ് നീക്കം. 1 സീറ്റെങ്കിൽ 1 സീറ്റ് അധികം പിടിക്കുക മാത്രമാണ് ലക്ഷ്യം. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാർ ആണെന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഈ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക ക്യാമ്പയിൻ തുടരും. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ 8 നടത്തുന്ന LDF സമരത്തിന്റെ മുന്നോടി എന്ന പേരിൽ പാർട്ടി നടത്തുന്ന ഗൃഹസന്ദർശനം തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തിനിടെ സംഘർഷം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് NITയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെതിരെയായിരുന്നു പ്രതിഷേധം. NITയിലേക്ക് SFI നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. ബാരിക്കേഡ് മറികടന്ന് അകത്തുകയറാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെയാണ് പോലീസ് ലാത്തി വീശിയത്. ഏരിയ പ്രസിഡന്റ് യാസിർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ മിഥുൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇന്ത്യ രാമരാജ്യമല്ലെന്ന് പോസ്റ്റർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് 4ാം വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെയാണ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി NIT ഡീൻ ഉത്തരവിറക്കിയത്. വൈശാഖിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയത്. വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ NIT ക്യാമ്പസിന് മുന്നിൽ പ്രതിഷേധ തെരുവും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പസ് കവാടത്തിനു മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മാർച്ച് ക്യാമ്പസ് ഗേറ്റിനു മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ നേരിയ ഉന്തും തള്ളുമുണ്ടായി. ഒരു വർണ്ണമല്ല, വർണ്ണവൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ രാമരാജ്യമല്ല, ഇന്ത്യ മതേതര രാജ്യം എന്നീ മുദ്രാവാക്യങ്ങളുമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്യാമ്പസ് കവാടത്തിനു മുന്നിൽ രാജ്യത്തിന്റെ ത്രിവർണ്ണ ഭൂപടം തീർത്തു. വൈകിട്ട് 4:30 നടന്ന പ്രതിഷേധ തെരുവിൽ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അധ്യക്ഷനായിരുന്നു. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഹാജരാകാൻ സാധ്യതയില്ലെന്ന് സൂചന. AAP നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഹാജരാകാൻ സാധ്യതയില്ലെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. അവസാന നിമിഷം തീരുമാനം മാറ്റി ED ഓഫീസിൽ എത്തുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് 5ാം തവണയാണ് ED നോട്ടീസ് നൽകിയത്. മുൻപ് 4 തവണയും ആവശ്യം കേജ്രിവാൾ തള്ളിയിരുന്നു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്നതിനാണ് മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചത്. എന്നാൽ EDയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് AAPയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാൻ BJP ശ്രമിക്കുന്നെന്നാണ് AAP കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ഹാജരായില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ED നീക്കം നടത്തുമോ എന്ന് ആശങ്ക AAPക്കുണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തതോടെ കേജ്രിവാളിന്റെ കാര്യത്തിലും സമാന നീക്കത്തിന് മുതിരുമോ എന്നാണ് പാർട്ടിയുടെ ആശങ്ക. ഛത്തീസ്ഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ BJP അട്ടിമറി നടത്തിയെന്ന് ആരോപിച്ച് ഡൽഹിയിലെ BJP ആസ്ഥാനത്തിനു മുന്നിൽ AAP ഇന്നു നടത്തുന്ന പ്രതിഷേധത്തിൽ കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും പങ്കെടുക്കും. ഡൽഹി സർക്കാരിന്റെ അഴിമതിക്കെതിരെ AAP ആസ്ഥാനത്തിനു മുന്നിൽ സമരം നടത്തുമെന്ന് BJPയും പ്രഖ്യാപിച്ചു.
ഇരു പാർട്ടികളും സമരം നടത്തുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പ്രതിഷേധം കണക്കിലെടുത്ത് ദീൻദയാൽ ഉപാധ്യായ മാർഗിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്ത സമീപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് നിയമസഭയിൽ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ട് പ്രമേയം. ഇതു സംബന്ധിച്ച പ്രമേയം ധനമന്ത്രി KN ബാലഗോപാലാണ് സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്കും നിയമനിർമ്മാണ അധികാരങ്ങൾക്കുമേൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അടുത്ത കാലത്ത് രാജ്യത്ത് നടന്നുവരുന്നതെന്ന് പ്രമേയത്തിൽ പറയുന്നു. ഭരണഘടനാദത്തമായി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ എത്തിച്ചിരിക്കുന്നത്. സാമൂഹ്യക്ഷേമം ഉൾപ്പെടെ ആകെ ചെലവുകളുടെ സിംഹഭാഗവും സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. റവന്യൂ വരുമാനത്തിൽ ഗണ്യമായ പങ്ക് യൂണിയൻ സർക്കാരിനാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതം നിശ്ചയിച്ചപ്പോൾ വലിയ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. ധനകാര്യ കമ്മീഷൻ ശുപാർശകളെ മറികടന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വായ്പാ പരിധി 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചു. ലഭിക്കേണ്ട ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ്. യൂണിയൻ ലിസ്റ്റിലെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് പരമാധികാരമുള്ളതുപോലെ സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പരമാധികാരമുണ്ട്. അതിനാൽ സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിന്റെ കീഴ്ഘടകമായി കാണുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപേക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം സഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കർ. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി. നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണുണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത്. ചട്ടം ലംഘിക്കുന്നില്ലെന്നും ചട്ടപ്രകാരമാണ് VD സതീശൻ മറുപടി നൽകിയതെങ്കിലും റൂൾ 53 ചട്ടപ്രകാരം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാകില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു. കോടതി പരിഗണനയിലുള്ള വിഷയം പരിഗണിക്കരുതെന്നാണ് ചട്ടമെന്ന് സ്പീക്കർ പറഞ്ഞു. തുടർന്ന് അടിയന്തര പ്രമേയം തള്ളുകയും അതിവേഗം മറ്റു നടപടികളിലേക്ക് സ്പീക്കർ കടക്കുകയും ചെയ്തു. ശേഷം നേർക്കുനേരുള്ള വാക്പോരാണുണ്ടായത്. പ്ലക്കാർഡുകളും ബാനറുകളുമേന്തിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. കേരളം കൊള്ളയടിച്ച PV & കമ്പനി എന്നെഴുതിയ ബാനറുമേന്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത്. തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. സർക്കാർ സ്ഥാപനമായ KSIDC കൂടി അന്വേഷണ പരിധിയിലുള്ള സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നത്. മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റിയെന്ന ഇൻകം ടാക്സ് ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയും ROCയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളും അതിനെ തുടർന്ന് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിലെ ആവശ്യം. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് കാണിച്ച് പോലീസിൽ ഇനിയൊരു സർക്കുലർ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി. ജനുവരി 30 ഇറക്കിയ സർക്കുലർ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. പുതിയ സർക്കുലർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രതികരണം. പലതവണ പറഞ്ഞിട്ടും പോലീസിന്റെ മോശം പെരുമാറ്റം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ജഡ്ജിമാരാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വരില്ലേ എന്നും കോടതി ചോദിച്ചു. പോലീസിന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്താൻ 1965 മുതൽ ഇന്നോളം 10 സർക്കുലർ ഇറങ്ങി. എന്നിട്ടും മോശം പെരുമാറ്റം ആവർത്തിക്കുന്നതിൽ നിന്ന് സർക്കുലറുകളൊന്നും ഉദ്യോഗസ്ഥർ ഗൗനിക്കുന്നില്ലെന്ന് വ്യക്തമാണ്. ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇനി ഇത്തരം പെരുമാറ്റം വച്ചുപൊറുപ്പിക്കില്ലെന്ന് താക്കീത് ചെയ്തു. പോലീസ് സേനയെ ശുദ്ധീകരിക്കാനുള്ള പ്രയത്നത്തിലാണെന്നും പരിശീലനം നൽകുന്നുണ്ടെന്നും ഓൺലൈനിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ധാർവേ സാഹിബ് അറിയിച്ചു. കേരള പോലീസ് രാജ്യത്തെ തന്നെ മികച്ച സേനയാണെങ്കിലും ചിലരുടെ നടപടി ദൂഷ്യം സേനയ്ക്കാകെ ദുഷ്പേരുണ്ടാക്കുന്നതായി കോടതി പറഞ്ഞു. ചിലരെങ്കിലും ധാർഷ്ട്യത്തോടെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. മാനസിക സമ്മർദ്ദവും പ്രകോപനവുമാകാം കാരണമെന്നും പോലീസ് മേധാവി പറഞ്ഞു.
അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി ആലത്തൂർ സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അക്വിബ് സുഹൈലിനെ SI അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോടതി സ്വമേധയാ ഇടപെട്ട് വിശദീകരണം തേടിയത്. പരവൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ 2 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുവരെയും സസ്പെൻഡ് ചെയ്തതായി GS ജയലാൽ MLA ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കുകയായിരുന്നു. കൊല്ലം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ജലീൽ, പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ശ്യാം കൃഷ്ണ KR എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി അസിസ്റ്റന്റ് കമ്മീഷണറുടെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അനീഷയുടെ ഡയറിക്കുറിപ്പിലെയും ശബ്ദരേഖയിലെയും ആരോപണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തും. വകുപ്പുതല അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനുവരി 22-നാണ് നെടുങ്ങോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം പ്രശാന്തിയിൽ അനീഷയെ വീട്ടിലെ കുളിമുറിയുടെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനും മേലുദ്യോഗസ്ഥനും പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. മരിക്കുന്നതിന് മുൻപുള്ള ഇവരുടെ ശബ്ദരേഖയിലും ആത്മഹത്യാക്കുറിപ്പിലും ഇരുവർക്കുമെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഏറെ വികാരഭരിതമായി സംസാരിക്കുന്ന 5 ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തായത്. തെളിവുകളടക്കമുള്ള വിവരങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇവയിൽ പറഞ്ഞിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക.